ആലു ഭൂന ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ചപ്പാത്തിക്കും പൂരിക്കും നാനിനുമൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. 4 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത കട്ട തൈര് എടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ചതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് 1 ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം ഉപ്പും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറിൽ എല്ലാം നന്നായി ഒന്ന് വഴന്നു വരണം. പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം മൂക്കുമ്പോഴേക്കും നമുക്ക് സവാള ചെറുതായി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞതും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. 2 ചെറിയ തക്കാളി പ്യൂരിയാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത തക്കാളി തന്നെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തക്കാളിയുടെ പച്ചച്ചുവ മാറുന്നിടം വരെ വഴറ്റി കൊടുക്കുന്നുണ്ട്. മസാലകൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന തൈര് നമുക്ക് ഈ സമയം ഒഴിച്ചു കൊടുക്കാം. 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. അതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇവിടെ എണ്ണയെല്ലാം നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ബട്ടറിൽ വഴറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാലകൾ നന്നായി ഉരുളക്കിഴങ്ങിലും മറ്റുമൊന്ന് പിടിക്കണം. എല്ലാം നന്നായി യോജിപ്പിച്ചതിന് ശേഷം 4 മിനിറ്റ് നേരം നന്നായി ഒന്ന് തിളപ്പിക്കണം. മല്ലിയില തൂകി കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണിതിന്. ഫ്ലേവറിനായി കുറച്ച് മാത്രം കസൂരി മേത്തിയും തൂകി കൊടുക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുതേ.